ഈ കാണുന്നത് കുട്ടികളിലൊക്കെ ചെറിയ ടോയ്സിലൊക്കെ വരുന്ന മിനിമോട്ടറാണ്. അപ്പോൾ നമ്മളീ പലരും നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ടോയ്സൊക്കെ തല്ലിപ്പൊളിച്ചതിൻ്റെ മിനിമോട്ടർ എടുത്തിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങൾക്കായിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയുള്ള മിനിമോട്ടറൊക്കെ ഉപയോഗിച്ച് ചെറിയ ഫാൻ ഉണ്ടാക്കൽ, ഇതിൽ ബ്ലേഡൊക്കെ എങ്ങനെയൊക്കെയോ പിടിപ്പിച്ചതുകൊണ്ട് മിക്സി ഉണ്ടാക്കൽ അങ്ങനെയൊക്കെയുള്ളതായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ ഞാനൊരു 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ പേനയുടെ റീഫില്ലറൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഡിസൈനിൽ നമ്മുടെ പേരൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. മിക്കവരും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയമൊന്നുമല്ല. നമ്മൾ പലതരത്തിലുള്ള ടോയ് കാറുകളൊക്കെ തല്ലി പൊളിച്ച് കഴിയുമ്പം അതിനകത്ത് ഇതുപോലുള്ള മിനി മോട്ടർ കാണും. ആ മിനി മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലും ഇതൊരു സെറാമിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടറുകൾ ഇതുപോലെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള മോട്ടറുകളൊക്കെ വർക്ക് ചെയ്യുമ്പം EMF പ്രൊഡ്യൂസ് ആകും, അതായത് കുറച്ച് ഹൈ വോൾട്ട്. അതായത് ഇങ്ങനെയുള്ള മോട്ടറിലേക്ക് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുമ്പം ചെറിയ രീതിയിൽ സ്പാർക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ആകുന്ന ഹൈ വോൾട്ടേജ് ബാറ്ററിയിലും സർക്യൂട്ടിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുമ്പം ഈ ഒരു മോട്ടറിൻ്റെ ഉള്ളിലും സ്പാർക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതും ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ മോട്ടറിൻ്റെ ലൈഫും കൂടുതൽ കിട്ടും. അതുപോലെ ചിലരൊക്കെ ഇങ്ങനെയുള്ള മോട്ടറുകളിൽ ഫിൽറ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്യും ഇതുപോലെ. അപ്പോൾ ഇതുപോലുള്ള മോട്ടറുകളിൽ ഒരിക്കലും ഫിൽറ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒന്നെങ്കിൽ നമുക്ക് ഡയോഡ് കണക്ട് ചെയ്യാം. ഡയോഡാണ് ഇതുപോലെ കണക്ട് ചെയ്യുന്നെങ്കിൽ മോട്ടർ നമുക്ക് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമാണ് കറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഡിസ്ക് കപ്പാസിറ്റർ, അതായത് സെറാമിക് കപ്പാസിറ്റർ, ഇത് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മോട്ടർ മുന്നോട്ടും പുറകോട്ടും കറക്കാൻ സാധിക്കും. DC മോട്ടറുകളൊക്കെ ഉപയോഗിച്ച് ഫാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഡയോഡ് കണക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.